രമയുടെ ചെക്കനെ ഓനിപ്പോ എല്ലാം ഇന്നാണല്ലോ പഠിക്കല്. ഇപ്പൊ എല്ലാം ഇന്ന് കിട്ടുമല്ലോ. ഒന്ന് വാങ്ങി കൊടുത്തേക്കണപ്പാ. നീ ഒറ്റരാണ് ഈ കുഞ്ഞിനെ മനസ്സിലാക്കുന്നത്. എനക്കൊന്നും പറ്റില്ല വാങ്ങിക്കൊടുക്കാം. നിനക്ക് പറ്റുമെങ്കിൽ നീ വാങ്ങിക്കൊടുക്ക. എന്റെ പൈസയൊന്നുമില്ല. മോളെ അമ്മു ചോറുണ്ടാക്കോ? ചോറോ? മൊബൈൽ കിട്ടാണ്ട് എനിക്ക് നീ ഒന്നും വേണ്ട. ഓ എന്താണപ്പാ നിങ്ങളിത് കണ്ടില്ലേ? നമുക്ക് ഒന്നില്ലേ ഉള്ളൂ. പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നേ? നമുക്ക് കിട്ടിയില്ലാന്ന് വെച്ച് ആ കുഞ്ഞിക്ക് ആ ഭാഗ്യം ഉണ്ടായിക്കോടല്ലോ. ആ അത് നേരാണ്. ഇനിയിപ്പൊ അത് കിട്ടാണ്ട് തിന്നാണ്ടി കുടിക്കാണ്ടി പഠിക്കാണ്ട് ഒന്നും ഇരിക്കണ്ട. ഇതാ മൊബൈല്. താങ്ക്സ് അച്ഛാ, താങ്ക്സ്. ഉമ്മ ഉമ്മ. പിന്നെ ഒരു കാര്യം സൂക്ഷിച്ചു ഉപയോഗിച്ചോളാം കേട്ടോ. അമ്മു വാ, ഞാനാ ഫേസ്ബുക്ക്. എന്നിലൂടെ വന്നാൽ നിനക്ക് ലോകത്തെങ്ങുമുള്ള ആളുകളെ കാണാം, ചാറ്റ് ചെയ്യാം. അമ്മു വാ, ഞാനാ വാട്സപ്പ്. എന്നിലൂടെ വന്നാൽ നിനക്ക് ലോകത്തെങ്ങുമുള്ള ആളുകളെ കാണാം. വാ അമ്മു, ഞാനാ ഇൻസ്റ്റഗ്രാം. എന്നിലൂടെ നിന്റെ കഴിവുകളെ എങ്ങും ലോകത്തെ അറിയിക്കാം. അമ്മു ഞാനാ ഇന്റർനെറ്റ്. ഇനി നിനക്ക് പത്രമോ പുസ്തകമോ ഒന്നും വായിക്കേണ്ടതില്ല. വിവരങ്ങൾ ഞാൻ നിന്റെ വിരൽ തുമ്പിൽ എത്തിച്ചു തരും. അമ്മു വാ, ഞാനാ യൂട്യൂബ്. എന്റെ കൂടെ വന്നാൽ ഞാൻ നിനക്ക് പല പല കാഴ്ചകൾ കാട്ടിത്തരാം. മോളെ അമ്മു കുളിക്കാൻ വാ. ഞാൻ വരുന്നു അമ്മേ. മോളെ അമ്മു കഴിക്കാൻ വാ. ഞാൻ വരുന്നു അമ്മേ. നിങ്ങളിത് കണ്ടുവോ? നേരം മൊബൈൽ തന്നെ, ഫുൾ മൊബൈല്. പറച്ചിലോ പഠിപ്പ് പോലും പഠിപ്പ്. ഓ തിന്നാനും കുടിക്കാനും വേണ്ടി മേടിച്ചു കൊടുത്തിട്ട് ഇപ്പൊ ഫുൾ മൊബൈലാ. മോളെ ഇങ്ങു വാ. അച്ഛനത് പോയിക്കേ, ഞാൻ പഠിക്കുക. നിന്റെ ഒരു പഠിപ്പ്. അയ്യോ എന്റെ ഫോൺ എല്ലാം പോയി. ഞാൻ ഒറ്റയ്ക്കായി. ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല. മോളെ പ്രിയമുള്ളവരെ, ശാസ്ത്രവും നൂതന സാങ്കേതിക വിദ്യയും ഒക്കെ നല്ലത് തന്നെ. അത് മാനവരാശിയുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം. നന്ദി, നമസ്കാരം.